ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് നമ്മൾ സ്റ്റാഫുകളെല്ലാവരും കൂടെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളുടെ ബർത്ത്ഡേ ഗേളിതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബർത്ത്ഡേ ഗേളിന് നല്ല ഫീവർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഗേൾ ആകെ ടയേർഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബർത്ത്ഡേൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സ്റ്റാഫിൻ്റെ ചില ആളുകളുടെ ഒന്നും ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില ആളുകളുടെ ഡ്യൂട്ടി സ്റ്റാർട്ടാവാൻ പോകണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേഗം പോയി ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിയൊക്കെ കണ്ട് ഫുഡും കഴിച്ച് വേഗം തന്നെ തിരിച്ച് പോരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷന് പോണത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വേഗം വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏതോ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്, അതിന് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ലൈവ് മാച്ചസ് ഒന്നും അങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ച് പോവാമെന്ന്. അങ്ങനെ ഞാനിതാ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. ഒരു നായയുണ്ട്, അതിൻ്റെ അടുത്ത് കുറേ പപ്പീസും ഉണ്ട്. നല്ല രസമായിട്ട് തോന്നി കേട്ടോ കണ്ട സമയത്ത്. അങ്ങനെ അത് നോക്കി ഇങ്ങനെ നിന്ന സമയത്ത് നമ്മളെ ബസ് വന്നു. അങ്ങനെ ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മാച്ച് വന്ന് കേരള സൂപ്പർ ലീഗിൻ്റെ ഫൈനൽ മാച്ചാണ് കേട്ടോ. അപ്പോൾ ഫൈനലിൽ നമ്മളെ കോഴിക്കോടും കൊച്ചിയുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊരു ഉത്സാഹം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ജില്ലക്കാരനെ ഫൈനലിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫുട്ബോളിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും നമ്മളെ ജില്ലേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പം നമ്മൾ തലേന്ന് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ചായ കുടിച്ചു. കാരണം എനിക്ക് 2-3 ദിവസമായിട്ട് ഇങ്ങനെ പനിയായിരുന്നു. പനി അങ്ങോട്ട് മാറുന്നില്ല. അപ്പം വായിക്കൊന്നും അങ്ങോട്ട് ടേസ്റ്റ് വരാത്തതുകൊണ്ട് ബ്രെഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഉള്ള ബ്രെഡ് ഇനി കളയണ്ടെന്ന് വെച്ചിട്ട് അതും കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയും കുടിച്ച് കുറച്ച് ടി വി കണ്ടപ്പോഴേക്ക് എന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ഇക്കയും കൂടെ വേഗം തന്നെ ഇറങ്ങി. ഫൈനലായതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും, അപ്പോൾ നല്ല തിരക്കാവും. അപ്പം ഞാനും കൂടെ ഉള്ളതല്ലേ, അപ്പോൾ കയറാനൊക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ എത്തി കഴിഞ്ഞപ്പം ഇക്കൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളെ സ്റ്റേഡിയത്തിൽ. അപ്പോൾ അവർ ത്രൂ ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഒന്ന് വാച്ചിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിത് ആ വാച്ച് നോക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ വാച്ചൊക്കെ നോക്കി ഇക്കൻ്റെ കയ്യിലൊക്കെ വെച്ച് നോക്കി. ഇക്കൻ്റെ വാച്ച് എല്ലാം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇക്കക്ക് നല്ലൊരു വാച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ കുറേ വാച്ചുകളൊക്കെ നോക്കി, ഇക്കക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ വാച്ചൊക്കെ നോക്കി. അങ്ങനെ വാച്ചൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇക്കൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേഗം സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ നമ്മളിത് ആ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇക്കൻ്റെ ടിക്കറ്റുമായിട്ട് വരാനുള്ള ഇക്കൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും കയറി, ലാസ്റ്റ് നമ്മൾ മാത്രമായി കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. നമ്മളെ മുമ്പിലൂടെ കുറേ യൂട്യൂബേഴ്സും പിന്നെ നമ്മളുടെ IM വിജയൻ, ഹനാൻഷ അവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി നമ്മളിങ്ങനെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്ന്. അങ്ങനെ പിന്നെ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ടിക്കറ്റുമായിട്ട് വന്ന് അങ്ങനെ പിന്നെ ടിക്കറ്റുമായിട്ട് നമ്മൾ ഓടുകയാണ് കേട്ടോ. കാരണം ഇവിടെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടി അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഡിയം ഫുൾ ക്രൗഡായിരുന്നു കേട്ടോ. ശരിക്കും ഇരിക്കാൻ പോലും സ്പേസ് ഇല്ലായിരുന്നു, അത്രയും ക്രൗഡായിരുന്നു. സ്റ്റെപ്പിൽ വരെ ആൾക്കാരാണ് കേട്ടോ. അത്രയും ക്രൗഡായിരുന്നു. എല്ലാവരും ഇടിച്ച് കയറുകയാണ് കേട്ടോ ചെയ്യണം. അത്രയും ക്രൗഡ് എന്ന് വെച്ചാൽ അത്രയും ക്രൗഡായിരുന്നു. എനിക്ക് വല്ലാത്തൊരു ഫീൽ, എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഒരു ലൈവ് മാച്ച് അതിന് മുമ്പ് കണ്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മാച്ച് കാണുന്നത് ഇതാണ്. ഇത് പിന്നെ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആ ഒരു വികാരം കുറച്ചും കൂടി കൂടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ. അങ്ങനെ ഇവരിങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മളുടെ പിന്നെ
ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ വീഡിയോ പിടിച്ച് നിന്ന സമയത്ത് ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളെ കോഴിക്കോട് ഒരു ഗോൾ അടിച്ചു കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കരമായിട്ട് ലൈറ്റും മ്യൂസിക്കും പിന്നെ അതിനേക്കാൾ നന്നായിട്ട് ആഹ്ലാദമായിരുന്നു ഇവിടെ ഉള്ള കാണികൾക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലൈറ്റിനേക്കാളും ഇവിടെ വെച്ചിട്ടുള്ള മ്യൂസിക്കിനേക്കാളും അടിപൊളിയായിരുന്നു ഇവിടുത്തെ സപ്പോർട്ട് കേട്ടോ. അത്രയും ഗംഭീര സപ്പോർട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കൊച്ചിക്ക് തീരെ അങ്ങനെ സപ്പോർട്ടൊന്നും ഇവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് കോഴിക്കോടിനായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അവർ ഗോളടിക്കുന്ന സമയത്ത് നമുക്കെന്തോ വല്ലാത്തൊരു പ്രൗഡായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഗോൾ അടിച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഗോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തല്ല അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല അടിപൊളി മാച്ചായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടിക്കറ്റ് VIP ടിക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ VIP ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളി നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് തന്നെ വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, സെലിബ്രിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം ഇവിടെ ഡാൻസും മ്യൂസിക്കൊക്കെ ആയി കേട്ടോ. ഏതോ ഒരു സെലിബ്രിറ്റിയാണ് പാട്ട് പാടുന്നത്. പിന്നെ നല്ല അടിപൊളിയായിട്ട് കുറച്ചധികം സമയം ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഗോളടിക്കുന്ന സമയത്താണെങ്കിലും ഇവർ ഡാൻസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മാച്ച് കാണുന്നതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒരു പുതുമയായിരുന്നു കേട്ടോ. ചിലപ്പം കുറേ മാച്ചുകളൊക്കെ കണ്ടിട്ടുള്ള ഫുട്ബോൾ പ്രേമികളായ ആളുകൾക്ക് ചിലപ്പോൾ ഇതൊന്നും ഒന്നായിട്ട് തോന്നൂലായിരിക്കും. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്കിത് ബിഗിനിങ് എൻ്റെ ഒരു ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എനിക്കിത് ഒരു ഭയങ്കര ഒരു വലിയൊരു സംഭവമായിട്ടാട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ കാലിക്കറ്റ് മാച്ചിൽ വിന്നേഴ്സായി. അങ്ങനെ 2 ഗോൾ അടിച്ച് നമ്മളെ കൊച്ചി 1 ഗോളും അടിച്ച് അങ്ങനെ നമ്മളെ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ കോഴിക്കോട് വിന്നറായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊമെൻറ്റിലുള്ള ഒരു സെലിബ്രേഷനാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിനാലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു സന്തോഷവും എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുട്ബോൾ ഫിനാലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ലൈറ്റിങ്ങും ഈ ഒരു മ്യൂസിക്കും ഇവിടുത്തെ ഈ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ കുറേ മീഡിയക്കാരൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റോ മനോരമ അങ്ങനെ ഏതോ ഒരു മീഡിയൻ്റെ റിപ്പോർട്ടേഴ്സൊക്കെ നമ്മളെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല ക്രൗഡായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ വിന്നേഴ്സിനൊക്കെ പ്രഖ്യാപിച്ച് അങ്ങനെ നമ്മളെ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളെ വിന്നേഴ്സായിട്ടുള്ള നമ്മളെ ടീം നമ്മളെ ഈ ഓഡിയൻസിനൊക്കെ നോക്കിയിട്ട് പിന്നെ താങ്ക്സൊക്കെ പറയുവാണ് കേട്ടോ ഗ്രൗണ്ടിൽ നിന്ന്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ വിന്നേഴ്സിന് കൊടുക്കാനുള്ള നമ്മളുടെ ട്രോഫി കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കി സംഘാടകരൊക്കെ അതിൻ്റെ പണികളൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ നമ്മളെ പോഡിയംസ് സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ഒരു റെഡ് കാർപ്പറ്റ് വിരിക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടീമിൻ്റെ ബാക്കി ആൾക്കാരൊക്കെ നമ്മളെ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക ഫുള്ളൊരു ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രോഫി കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളതങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നമ്മളുടെ കൊച്ചീൻ്റെ അംബാസഡറായിട്ട് പൃഥ്വിരാജും പിന്നെ കാലിക്കറ്റിൻ്റെ അംബാസഡറായിട്ട് നമ്മളെ ബേസിൽ ജോസഫുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ടീമിൻ്റെ. അപ്പം അവർ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ വൈഫ് സുപ്രിയ മേനൻ ഉണ്ടായിരുന്നു, IM വിജയൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേരറിയണതും പേരറിയാത്തതായിട്ടുള്ള കുറേ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ടീമുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ എല്ലാ സെറ്റപ്പും റെഡിയായി. പക്ഷേ എനിക്ക് ഇവിടുത്തെ ആളുകളുടെ ഈ സപ്പോർട്ടാണ് എനിക്ക് കളീനേക്കാൾ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഈ ഒരു ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ. ഇത്രയും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ
കേരളത്തിലുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യണത് ഇപ്പോഴാണ് കേട്ടോ. കാരണം ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ബ്രദേഴ്സിൻ്റെ ഒക്കെ കൂടെ ക്രിക്കറ്റ് കണ്ടിട്ടുള്ളൊരു ശീലമുണ്ട് എന്നല്ലാതെ ഫുട്ബോൾ ഞാൻ ഇക്കൻ്റെ കൂടെ ആയതിനു ശേഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫുട്ബോൾ കുറച്ചെങ്കിലും എന്തെങ്കിലും ഫുട്ബോളിനെ കുറച്ച് എന്തെങ്കിലും ഗോളടിച്ച് കഴിഞ്ഞാൽ ബോൾ നമ്മളെ ഗോളി പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഗോളാണെന്നുള്ളത് അറിയണത് പോലും ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇവരുടെ ഒരു സപ്പോർട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഓരോ ഗോൾ അടിക്കുമ്പോഴും ഇവർ കൊടുക്കണ ആ ഒരു ആഹ്ലാദം അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ഫ്രണ്ടിൽ നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസോ മനോരമ ന്യൂസോ അങ്ങനെ ഏതോ ഒരു ന്യൂസാണ്, അങ്ങനെ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് നമ്മളോട് അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കോഴിക്കോട് വിന്നേഴ്സായപ്പോഴുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അതിനിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളുടെ വിന്നേഴ്സിന് ട്രോഫി കൊടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഗ്രൗണ്ട് നിറയെ ആൾക്കാരായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സംഘാടകരും ട്രോഫി കൊടുക്കാനുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ചാമ്പ്യൻസിന് ഇതാ ട്രോഫി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഓഡിയൻസൊക്കെ കുറേ ആൾക്കാരായിട്ട് അങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാമ്പ്യൻസിന് ഈ ട്രോഫി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ആൾക്കാരായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ പൃഥ്വിരാജിനെയും ബേസിൽ ജോസഫിനെയൊക്കെ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മളുടെ ട്രോഫി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ വിന്നേഴ്സിൻ്റെ ഫോട്ടോ സെക്ഷനൊക്കെ അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് നമ്മളെ ഗ്രൗണ്ടിലേക്കുള്ള ക്രൗഡ് ഇങ്ങനെ കൂടി വരുവാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് അങ്ങനത്തെ ആൾക്കാരൊക്കെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഗ്രൗണ്ടിൽ നമ്മളെ സംഘാടകർ മാത്രമല്ല നമ്മളെ ഓഡിയൻസും ഫുള്ള് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് പിന്നെ ഒരു സംഭവം ഉണ്ടായി. ഈ നമ്മളുടെ ഓഡിയൻസിൽ പെട്ടിട്ടുള്ള ഒരാൾ ഇടയിൽ കൂടെ കയറി നമ്മളെ ഗ്രൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പോലീസ് അവരെ പിടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മളെ പൃഥ്വിരാജിൻ്റെ വൈഫ് സുപ്രിയ മേനോനും അവർ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മളെ കോഴിക്കോടിന് നമ്മളെ വിന്നറായിട്ടുള്ള നമ്മളെ ചാമ്പ്യനായിട്ടുള്ള കാലിക്കറ്റ് ടീമിന് അവർ ട്രോഫിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. വീഡിയോയിൽ അത്രത്തോളം ആ ഭംഗിയുണ്ട്, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഈ ഒരു ലൈവ് പെർഫോമൻസ് നേരിട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ വലിയൊരു ഫുട്ബോൾ പ്രേമിയൊന്നുമല്ല, എന്നിട്ട് പോലും എനിക്ക് എന്താ പറയുക നമ്മളെ ടീം ജയിച്ചു എന്നുള്ള ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ വിന്നേഴ്സിന് ട്രോഫിയൊക്കെ കൊടുത്ത് നമ്മളെ വിന്നേഴ്സ് ഒക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മളെ ഓഡിയൻസൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളും ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാ ഒഫീഷ്യൽ പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷം ഞാനും എനിക്ക് തിരിച്ചിറങ്ങി. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.